ഗായത്രി. വായനാ ദിനത്തോടനുബന്ധിച്ച് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൻ്റെ അയോധ്യകാന്ഡത്തിൽ നിന്നും ഭരതൻ്റെ വനയാത്രയിലെ ഏതാനും വരികളാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. നാളെ പുലർക്കാലെ പോകുന്നതുണ്ടു ഞാൻ, നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനതേർക്കാലാൽ കുതിരപ്പടയോടും മാനകശങ്ക പടഹവാദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്ത മേദിനി പാലക വൈശ്വശ്രുതാദിയും സാദരമാശു കൈകേക്കിയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭജിച്ചു ബസീതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു, താപസവേഷം ധരിച്ചു ജട പൂണ്ടു താപം തളർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നു നന്നിന്നു ചൊല്ലിടിനാൾ. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നന്ദി, നമസ്കാരം. നമസ്കാരം. ജൂൺ 19 വായനാ ദിനം. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വായനാ ദിന ആശംസകൾ. വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മളുടെ ഏറ്റവും വലിയ ആവശ്യം അറിവ് നേടുക എന്നതാണ്. കുട്ടികളാവുമ്പോൾ നമ്മൾ അച്ഛനമ്മമാരിൽ നിന്ന് കണ്ടും കേട്ടും അറിവുകൾ നേടുന്നു. പിന്നീട് വിദ്യാലയങ്ങളിൽ എത്തുന്ന നാം അധ്യാപകരിൽ നിന്ന് അറിവുകൾ സ്വയം നേടാൻ പ്രാപ്തരാകുന്നു. അറിവ് നേടാൻ ഏറ്റവും വലിയ വഴിയാണ് വായന. നമ്മുടെ വായനാശീലം വർദ്ധിക്കാനായി നമ്മൾ പുസ്തകവുമായിട്ടുള്ള ചങ്ങാത്തം കൂട്ടണം. വായന ഈ ലോകത്തിന്റെ വെളിച്ചമാണ്. നമ്മൾ ആ വെളിച്ചം കണ്ടുവേണം വളരാൻ. എന്നാൽ ഈ തലമുറയുടെ കണ്ണുകൾ സ്ക്രീനുകളിലേക്കും വിരലുകൾ കീബോർഡുകളിലേക്കുമായി ചുരുങ്ങുന്നു. വായിച്ചാൽ വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. മനോജ്, I am studying in 5th A. മാന്യസദസ്സിന് വന്ദനം. ബഹുമാന്യരായ അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ വായനാ ദിന ആശംസകൾ. ഇന്ന് ജൂൺ 19, നമുക്കെല്ലാം പ്രിയപ്പെട്ട വായനാ ദിനം.
വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മ ദിനമാണിന്ന്. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ശ്രീ PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19 വായനാ ദിനമായി നാം ആചരിക്കുന്നത്. ഈ അവസരത്തിൽ നമുക്ക് അദ്ദേഹത്തെ സ്മരിക്കാം. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. വായനാ ദിനം വന്നെത്തിയപ്പോൾ കുഞ്ഞുണ്ണി മാഷിന്റെ ഈ പ്രശസ്തമായ വരികളാണ് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. മലയാളികളുടെ വായനാശീലത്തിന് ശ്രീ PN പണിക്കർ നൽകിയ സംഭാവനകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വലുതാണ്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ജൂൺ 19 മുതൽ ജൂൺ 25 വരെ വായനാ വാരമായി നാം ആചരിക്കുന്നു. വായന നമ്മളിലുള്ള ചിന്തകളെയും സാഹിത്യ അഭിരുചികളെയും സ്വപ്നങ്ങളെയും പരിപോഷിപ്പിക്കുന്നു. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും അവരുടെ അറിവുകളെയും ചിന്തകളെയും ധാർമ്മിക മൂല്യങ്ങളെയും വളർത്താൻ വായന ഏറെ സ്വാധീനിക്കുന്നു. പുസ്തകങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഓരോരുത്തർക്കും കഴിയണം. മലയാളികളെ ഏറെ സ്വാധീനിച്ച ഈ ശ്രീ PN പണിക്കരെയും മറ്റ് കവികളെയും നമുക്ക് ഈ വായനാ ദിനത്തിൽ ഓർമ്മിക്കാം, ആദരിക്കാം, സ്നേഹിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കേരളത്തിലെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നായ ഭവൻസ് വിദ്യാശ്രം ചേലേമ്പ്രയിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഞാൻ അദ്വൈതൻ വായനാ ദിനത്തിനെ സംബന്ധിച്ച് ഒരു കൊച്ചു കവിത ചൊല്ലാൻ പോവാണ്. പുസ്തകമെന്ന ചിപ്പിനുള്ളിൽ വിജ്ഞാനങ്ങൾ പലതാണ്. കഥകൾ, കവിതകൾ, പാട്ടുകളെല്ലാം അങ്ങനെ പലതരം അറിവാണ്. അക്ഷരമധുരം നുണയാനായി പുസ്തക വായന ശീലിക്കാം. അറിവില്ലെങ്കിൽ എല്ലാമില്ല, അറിവിലഹന്ത പാടില്ല. പുസ്തക വായന ശീലിക്കാം, പുസ്തകമെല്ലാം വായിക്കാം. നന്ദി. നമസ്തേ, ഞാൻ ഋത്തിക. ഇന്ന് ഞാനിവിടെ മഹാകവി കുമാരനാശാൻ എഴുതിയ വീണപൂവ് എന്ന കവിതയുടെ ഒരു ചെറിയ ആസ്വാദനക്കുറിപ്പാണ് അവതരിപ്പിക്കുന്നത്. മലയാളത്തിലെ പ്രശസ്ത കവിയായ കുമാരനാശാൻ രചിച്ച ഖണ്ഡകാവ്യമാണ് വീണപൂവ്. 1907 ഡിസംബറിലാണ് ആശാൻ വീണപൂവ് മിതവാദി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത്. മലയാള കാവ്യാന്തരീക്ഷത്തിൽ തികച്ചും നൂതനമായൊരു അനുഭവമായിരുന്നു വീണപൂവ് എന്ന ഖണ്ഡകാവ്യം. വീണപൂവിൽ പൂവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള അതിസൂക്ഷ്മമായ ഘട്ടങ്ങൾ മനുഷ്യജീവിതത്തിന്റെ നൈമിഷികതയെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് കേവലം 41 ശ്ലോകങ്ങളിലൂടെ ഹൃദയസ്പർശിയാം വിധം ചിത്രീകരിക്കുന്നു. സൂര്യനെ നോക്കിയ അഹങ്കാരത്തോടെ തലയുയർത്തി നിൽക്കുന്ന പൂവ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഉടലറ്റ് ഭൂമിയിൽ കിടക്കുന്നു. എത്ര ഉന്നതങ്ങളിൽ തന്നെയാണെങ്കിലും ഒരു നിമിഷം കൊണ്ട് നാം ഒന്നുമല്ലാതായി മണ്ണിലേക്ക് ചേരുന്നു എന്നും കവി ഓർമ്മപ്പെടുത്തുന്നു. വളരെ ലളിതമായ രീതിയിൽ ജീവിത തത്വം ഈ കവിതയിൽ അവതരിപ്പിക്കുന്നു. സുന്ദരമായ ഒരു പുഷ്പം കുഴിഞ്ഞ് തറയിൽ വീണ് കിടക്കുന്നത് കണ്ടപ്പോഴുണ്ടായ വിഷാദത്തിൽ നിന്നും ഉടലെടുത്തതാണ് ഈ കവിത. നാമൊക്കെ കൊഴിഞ്ഞു കിടക്കുന്ന പുഷ്പങ്ങളെ കാണുമ്പോൾ ഒരു നിമിഷം നോക്കിയേക്കാം, പിന്നെ നടന്നകലും. അതിനെ ഇത്രയധികം ഭാവന ചാർത്തി വർണ്ണിക്കാൻ മഹാകവികൾക്ക് സാധ്യമാകൂ. നമസ്തേ. എൻ്റെ പേരാണ് വൈകാൻ. ഞാൻ പഠിക്കുന്നത് ഭവൻസ് വിദ്യാശ്രം ചേലേമ്പ്ര 5ാം ക്ലാസ്സിലാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ സത്യസന്ധതയെ കുറിച്ചാണ്. എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി സ്കൂളിലേക്ക് പോവുകയായിരുന്നു. ക്ലാസ്സിൽ എത്തിയപ്പോൾ ഒരു കൂട്ടം കുട്ടികൾ കൂടി നിൽക്കുന്നു. ആ കൂട്ടത്തിൽ ഈ സുമ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കൂട്ടുകാരി ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരിയുടെ പേരാണ് ജ്യോതി. ജ്യോതി എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു പെന്ന് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഈ സുമ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഒന്ന് എഴുതാൻ ചോദിച്ചു ജ്യോതിയോട്.
അപ്പോൾ എഴുതിയപ്പോഴേക്കും ബെല്ലടിച്ചു. അസംബ്ലീൻ്റെ സമയമായി. എല്ലാ കുട്ടികളും അസംബ്ലിക്ക് പോയി. അപ്പോൾ ഈ സുമ പോകുമ്പോഴത്തേക്കും ഒരു ടീച്ചർ പറഞ്ഞു ചോക്ക് എടുത്ത് വരാൻ. ചോക്ക് എടുക്കാൻ പോകുമ്പോൾ ജ്യോതിയുടെ ബാഗിൽ ഈ സുമയ്ക്ക് ഇഷ്ടപ്പെട്ട പെന്ന് ഉണ്ടായിരുന്നു. ആ പെന്ന് എടുക്കാൻ പോകുമ്പോഴത്തേക്കും അസംബ്ലിക്ക് പറ്റാണ്ട് സൗമ്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി വന്നിരുന്നു. ആ പെൺകുട്ടിക്ക് അസംബ്ലി ചെയ്യാൻ വയ്യായിരുന്നു. ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും ഈ സുമ എന്ന് പറഞ്ഞ പെൺകുട്ടി ബാഗിൽ പെന്ന് എടുത്ത് കീശയിലിട്ടു. എന്നിട്ട് ഈ സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി ക്ലാസ്സിലേക്ക് കയറുമ്പോഴത്തേക്ക് ചോക്ക് എടുത്തിട്ട് ഓടിയിട്ട് ടീച്ചറിന് കൊടുത്തു. കുട്ടികളും ടീച്ചറും ക്ലാസ്സിലേക്ക് എത്തി. എന്നിട്ട് ഈ ജ്യോതി എന്ന് പറഞ്ഞ പെൺകുട്ടി പെണ്ണ് കാണാണ്ട് കരഞ്ഞപ്പോൾ ടീച്ചർ ചോദിച്ചു എന്തിനാ കരയുന്നേ എന്ന്. അപ്പോൾ പെണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ എല്ലാ കുട്ടികളോടും ചോദിച്ചു അസംബ്ലിക്ക് എല്ലാ കുട്ടികളും പോയപ്പോൾ ആരായിരുന്നു ക്ലാസ്സിൽ ഉണ്ടായിരുന്നതെന്ന്. അപ്പോൾ ഈ സൗമ്യ വയ്യാണ്ട് ഇരുന്നിരുന്നു. അപ്പോൾ സൗമ്യനോട് ചോദിച്ചു പെണ്ണ് നീയല്ലേ എടുത്തത് എവിടെ എന്ന്. അപ്പോൾ സൗമ്യ കുറേ വട്ടം പറഞ്ഞു ഞാൻ എടുത്തിട്ട് ഇല്ലാന്ന്. എന്നിട്ട് നാളെ എന്താ പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രിൻസിപ്പൽ സാറിൻ്റെ റൂമിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം സുമ എന്ന് പറഞ്ഞ പെൺകുട്ടി രാത്രി ഉറങ്ങാനും പറ്റാണ്ട് ഇരിക്കുകയായിരുന്നു. നാളെ രാവിലെ കൊടുക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ ക്ലാസ്സിൽ എത്തിയപ്പോൾ സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് ഈ ടീച്ചർ ചോദിച്ചു എവിടെ പെണ്ണ്. അപ്പോഴും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സുമ എന്ന് പറഞ്ഞ പെൺകുട്ടി ഞാനാണ് എടുത്തത്, എന്നോട് ക്ഷമിക്കണം, അവളല്ല ഞാനാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഈ കുട്ടിയുടെ സത്യസന്ധത എന്ന് പറഞ്ഞ് ഈ ടീച്ചർ സുമേനോട് എന്നിട്ട് ടീച്ചർ കുട്ടിയെ അഭിനന്ദിച്ചു. എന്നിട്ട് സുമ ഈ പേന ജ്യോതിക്ക് കൊടുത്തു. അതോടെ ഈ സുഗതകുമാരി ടീച്ചറുടെ ഓണം എന്ന കവിതയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. രണ്ടു ശലഭങ്ങൾ പാറിയെത്തുന്നതു കണ്ടു ഞാനിന്നു പുലരിത്തെളിമയിൽ. രണ്ടു ശലഭങ്ങൾ പാറിയെത്തുന്നതു കണ്ടു ഞാനിന്നു പുലരിത്തെളിമയിൽ. പൂവിളം മഞ്ഞ ചിറകുമായി വന്നൊരാ ലോല സൗന്ദര്യങ്ങൾ മിന്നുന്നരും നേരിലൂഴിട്ടാണും ഉയർന്നും തിളങ്ങവേ. ചേരടും വെയിലൊളി പൊന്നുപോൽ ചൂഴവേ. ഒന്നു ഞെട്ടി കണ്ടറിഞ്ഞു ഞാൻ പിന്നെയും വന്നു പോയോണം. നിറഞ്ഞു പോയി കണ്ണുകൾ അൻപിൽ വിരിഞ്ഞു മറഞ്ഞു പോയി കൊച്ചു തുമ്പയെ പോലെ വിനീതയായി മുക്തയായി സ്വാതന്ത്ര്യമോകാതെ യാത്ര ചോദിക്കാതെ പോകുന്നു നീ എന്നു മോമനേ. ആരറിയുന്നു നീ വന്നതും പോവതും ആരു നിനക്കിച്ചു പാതേമേകുവാൻ. ആരേ തിരിഞ്ഞൊന്ന് നിൽക്കുവാൻ ജീവിതഭാരം ചുമന്നു തിടുക്കിൽ നടക്കവേ. എങ്കിലും ഏതോ വിദൂര സ്മരണതൻ സങ്കട ദീർഘമാം പാതയിലൂടവേ പണ്ടേ മരുവായി മാറിക്കഴിഞ്ഞോരു സംവേദഭൂവിയിൽ പഴയ ശീലത്തിനാൽ കാലം മുടങ്ങാതെ വന്നു പോകും
വായനയോടനുബന്ധിച്ചിട്ടുള്ള ഒരു കൊച്ചു പ്രസംഗമാണ്. ഇന്ന് ജൂൺ 19 വായനാ ദിനം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ P.N. പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വായനയുടെ അത്ഭുത ലോകത്തേക്ക് ഓരോ മലയാളിയെയും കൈപിടിച്ചുയർത്തിയ മഹാനാണ് P.N. പണിക്കർ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ് നാം ഈ സമയത്ത് ഓർക്കുന്നത്. വായിച്ചു വളരാൻ, അറിവ് നേടാൻ, അറിവ് പകരാൻ ഞാൻ ഉൾപ്പെടെയുള്ള പുതുതലമുറയ്ക്ക് കഴിയട്ടെ. നന്ദി, നമസ്കാരം. പൂക്കൾ പറിച്ചില്ല, നീ ഓണക്കോടിയുടുത്തില്ല, പൊന്നും ചിങ്ങും വന്നിട്ടും നീ മിന്നും മാലിൻ കെട്ടിയിലെ, മണിമുറ്റത്താ മാവേലിക്കൊരു മരതക പീഠം ചെന്റെ, കാലം മുഴുവൻ പോയല്ല, കാണാൻ കിട്ടാതായല്ല, നാമല്ലാതിവിടില്ലല്ല, നാണിച്ചിങ്ങനെ അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും പുതിയ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ നമ്മുടെ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ P.N. പണിക്കരുടെ ഓർമ്മ ദിനമായാണ് നമ്മൾ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. വായിക്കുന്ന പങ്ക് വളരെ അധികമാണ്. ഒരു നല്ല പുസ്തകവും ഒരു ചങ്ങാതിയും ഒരുപോലെയാണെന്ന് പറയുന്നു. ഒരു നല്ല പുസ്തകം ഒരു വ്യക്തിയെ നന്മയുടെ പാതയിലേക്ക് നയിക്കുന്നു. എല്ലാ ദിവസവും പത്രം വായിക്കണം. ഇനി എങ്ങനെയെല്ലാമാണ് നമ്മൾ വായിക്കേണ്ടത്? വാക്കുകൾക്കിടയിൽ വായിക്കുക, വരികൾക്കിടയിൽ വായിക്കുക, വായിച്ചു വായിച്ചു വളരുക, വലുതാവുക. എല്ലാ വീടുകളിലും ഒരു പുസ്തക ശേഖരണം തന്നെ വേണം. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങൾ വായിച്ചു വേണം നമ്മൾ വളരാൻ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിരിക്കുന്നു. എല്ലാ കുട്ടികളെയും വായിച്ചു വളരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, എൻ്റെ കൂട്ടക്കാരൻ, എൻ്റെ പേര് പ്രണ. ഞാൻ വായിച്ച ഒരു മലയാള പുസ്തകത്തെ കുറിച്ച് പറയാം. പുസ്തകത്തെ പേര് ഉണ്ടെന്നും നൂലെന്നും. ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രശസ്ത കവി വീരാൻകുട്ടി ഈ നോവൽ എഴുതിയത്. ഈ കവിയുടെ കവിതകൾ 3-8 ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിൽ ഉണ്ട്. കവിതകൾ കൂടാതെ കുട്ടികൾക്ക് 3 നോവൽ എഴുതിയിട്ടുണ്ട്. കവിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഉണ്ടെന്നും നൂലെന്നും എന്ന ഈ നോവലിൽ നൂലൻ അച്ചും ഉണ്ടൻ അപ്പുവും കുസൃതികളാണ് ഈ നോവലിൽ. ഇവർ 2 സഹോദരന്മാരാണ്. ഈ സഹോദരന്മാർക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ഈ സഹോദരന്മാർ സ്നേഹിച്ച് കലഹിച്ച് സന്തോഷം ജീവിച്ചിരുന്നു. ഈ വീട്ടിലും സ്കൂളിലും നാട്ടിലും ഈ സഹോദരന്മാരുടെ കുസൃതികളുണ്ട്. നമ്മൾ പോലെ തന്നെ എല്ലാവരും വീരാൻകുട്ടി മാഷുടെ ഈ നോവൽ വായിക്ക്. ഉണ്ടെന്നും നൂലെന്നും. നന്ദി, നമസ്കാരം. പ്രവൃത്തികൾ പ്രകൃതിക്ക് ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ എത്ര വലുതാണെന്ന് വിളിച്ചോതുന്ന കവിത. ശ്രീ മുരുകൻ കാട്ടാക്കടിയുടെ പക. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തും, ചതിമൂത്തു നമ്മൾക്കു മലവെടുത്തും, തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തും, ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തും, ചതിമൂത്തു നമ്മൾക്കു മലവെളുത്തു, തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. പകയുണ്ട് ഭൂമിക്ക്, പുഴകൾക്ക്, മലകൾക്ക്, പൂക്കത്തിന്ന പകലിനും ദ്വേഷമുണ്ട്. പകയുണ്ട് ഭൂമിക്ക്, പുഴകൾക്ക്, മലകൾക്ക്, പൂക്കത്തിന്ന പകലിനും ദ്വേഷമുണ്ട്. മാനത്തു നോക്കൂ, കറുത്തിരിക്കുന്നു കാമേഘമല്ല കരിമ്പുക ചുരുളുക. പൂക്കളെ നോക്കൂ, വെളുത്തിരിക്കുന്നു
പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാമേഘമല്ല കരിമ്പു കച്ചുരുളുക. പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. കാറ്റിനെയൊന്നു മണത്തു നോക്കൂ മണഗന്ധ കപ്പാല പൂത്തുലയുന്ന മാതക. പൂവിളിച്ചുന്നിരുന്നു നോക്കൂ പുറം തോലത്തിറങ്ങുന്നതഗ്നിസർപ്പം. മഴയിൽ ചുറ്റത്തിറങ്ങി നിൽപ്പൂ മരണം ഒരു തുള്ളിയായൊരു പ്രഹരമായി. ഉപ്പു കല്ലെന്നെടുത്തുപ്പു നോക്കൂ കടൽ കണ്ണീരൊരുപ്പിൻ ചവർപ്പിറക്കൂ. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു ചതിമൂത്തു നമ്മൾക്കു മലനിളുത്തു. തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു ചതിമൂത്തു നമ്മൾക്കു മലനിളുത്തു. തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. നന്ദി, നമസ്കാരം. Hi friends, I am Yogupi, 5th A. I am introducing a book, Galileo Galilei, a man of science. Galileo Galilei was a true man of science. He was a visionary mathematician, physicist and astronomer whose discoveries challenged scientific ideas that had existed for thousands of years. Although he was punished and ill-treated for his modern ideas, he continued with his path-breaking experiment. His name will be remembered for his magnificent telescope that changed man's views of the solar system and the movement of the sun and the planet within it. This book tells the future biography of the great astronomer and scientist Galileo Galilei within an exciting story. This book brings his marvelous discoveries and scientific ideas into a modern setting. It also encourages involvement and fun through drama and dressing up. ശ്രീ ONV കുറിപ്പിൻ്റെ മലയാളം എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് ഇന്നിവിടെ ഞാൻ ചൊല്ലാൻ പോകുന്നത്. മലയാളം. എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നു നൂൽ പോലെ. എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നു നൂൽ പോലെ. മണ്ണിൽ വീണു കുരുത്ത നെൽമണി വിത്തുമുള പൊട്ടി. മിന്നുമീരില വീശിടുമ്പോൾ എത്ര ഈരടികൾ. മണ്ണിൽ വേർപ്പു വിതച്ചവർ തൻ ഈണമായി വന്നു. അന്നു പാടിയ പാട്ടിലൂഞ്ഞാലാടി മലയാളം. മണ്ണിൽ വീണു കുരുത്ത നെൽമണി വിത്തുമുള പൊട്ടി. മിന്നുമീരില വീശിടുമ്പോൾ എത്ര ഈരടികൾ. മണ്ണിൽ വേർപ്പു വിതച്ചവർ തൻ ഈണമായി വന്നു. അന്നു പാടിയ പാട്ടിലൂഞ്ഞാലാടി മലയാളം. കൊഞ്ചലും കുറുമൊഴികളും പോയി കഥകൾ പലതൂതി. നെഞ്ചണച്ചൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി. ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ
തേൻകിനിയും വാക്കിലോതി വളർന്നു മലയാളം. ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ. തേൻകിനിയും വാക്കിലോതി വളർന്നു മലയാളം. എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം. മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു സ്വർണമാലിക പോൽ. എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് വിസ്മയ. ഞാൻ ഇന്ന് വായനാ വാരത്തോടനുബന്ധിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ് പറയുന്നത്. മലയാള സാഹിത്യത്തിൽ ഒരേ ഒരു സുൽത്താനേ ഉള്ളൂ. ഭാഷയുടെയും വ്യാകരണത്തിൻ്റെയും വേലിക്കെട്ടുകൾ പൊളിച്ചെഴുതി മലയാള സാഹിത്യത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ. സാധാരണക്കാരിൽ സാധാരണക്കാരനായ നാട്ടുമനുഷ്യൻ്റെ രചനകൾ വായനക്കാരെ ഒരേപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു. അതായിരുന്നു ആ തൂലികയുടെ ശക്തി. ഒരിക്കലും അലക്കി തേച്ച വടിവൊത്ത ഭാഷയിൽ അദ്ദേഹം എഴുതിയില്ല. ഇത് അദ്ദേഹത്തെ ജനകീയനാക്കി. തൻ്റേത് മാത്രമായ വാക്കുകളും ശൈലികളും ബഷീറിൻ്റെ സവിശേഷത. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചന രീതി ബഷീറിയൻ ശൈലി എന്ന് തന്നെ അറിയപ്പെട്ടു. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, മതിലുകൾ, വിഡ്ഢികളുടെ സ്വർഗം, എൻ്റെ ഉപ്പൂപ്പയ്ക്ക് രാണി ഉണ്ടായിരുന്നു എന്നിങ്ങനെ മലയാളി എന്നും ഓർത്തു വയ്ക്കുന്ന രചനകൾ ആ തൂലികയിൽ നിന്ന് പിറവിയെടുത്തു. ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നവയായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. നന്ദി. നമസ്തേ, എൻ്റെ പേര് അശ്വന്ത് കേശവ് കെ. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ചാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഭാഷാകവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലപ്പുറം ജില്ലയിലെ തിരൂർ തുഞ്ചം പറമ്പിലാണ് എഴുത്തച്ഛൻ ജനിച്ചത്. 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ജീവിച്ചിരിക്കുന്നു എന്ന് അറിയപ്പെടുന്നത്. ആധുനിക മലയാള ഭാഷയെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് തുഞ്ചത്തെഴുത്തച്ഛനാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുഞ്ചത്തെഴുത്തച്ഛന്റെ സംഭാവനയാണ്. പ്രാചീന കവിത്രയത്തിൽ ഒരാളാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. താങ്ക് യു. പൂവ് ചിതറിത്തെറിക്കുന്ന ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്ന് മാത്രം. മഴവില്ല് പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്ന് മാത്രം. മഴവില്ല് പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല താനെ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുന്നേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഞാൻ ഇന്ന് വായിച്ച ഒരു പുസ്തകത്തിന്റെ പേരാണ് മുല്ല നസറുദ്ദീൻ. അതിലത്തെ ഏറ്റവും മെയിൻ കഥാപാത്രമായ മുല്ല നസറുദ്ദീന്റെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അയാൾ നല്ല തമാശയൊക്കെ പറയും. പക്ഷെ കഥ കഴിയാനാവുമ്പോൾ അയാളുടെ ബുദ്ധി കാണിച്ചിട്ട് എല്ലാ പ്രശ്നങ്ങളും അയാള് അവിടെ നിർത്തും. അങ്ങനെ കുറെ കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് ഇനിയും കഥകൾ വായിക്കാൻ ഇഷ്ടമാണ്. അയാളുടെ തമാശ കഥകളൊക്കെ എനിക്ക് വായിച്ച് നല്ല ചിരിയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് ഇഷ്ടമാണ്.
അതുകൊണ്ട് മുല്ല നസറുദ്ദീന്റെ കഥ എനിക്ക് ഇനിയും വായിക്കണമെന്നുണ്ട്. ഞാൻ വിദ്യാർത്ഥി 5A വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ ജീവചരിത്രമാണ്. 1927 മെയ് 10 തൃശൂർ ജില്ലയിലാണ് കുഞ്ഞുണ്ണി മാഷിന്റെ ജനനം. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ എഴുതി തുടങ്ങി. 20 വർഷത്തോളം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ബാലപന്തി കുട്ടേട്ടൻ ആയി പ്രവർത്തിച്ചു. 28ഓളം കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്നിലൂടെ. കൃതികൾ അമൃത കഥകൾ, അക്ഷരത്തെറ്റ്, ഊണ് തൊട്ടുറക്കം വരെ, കുഞ്ഞുണ്ണി കവിതകൾ, നമ്പൂതിരി ഫലിതങ്ങൾ, കടം കഥകൾ, വലിയവനാവാൻ, അക്ഷരത്തെറ്റിന് കുഞ്ഞുണ്ണി കവിതകൾക്കും കേരള സംസ്കാര അക്കാദമിക് അവാർഡ് ലഭിച്ചു. നമസ്കാരം, ഞാൻ അനാമിക, 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ജൂൺ 19 നമ്മൾ വായനാ ദിനം ആചരിക്കുന്നു. മലയാളികളെ അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും ലോകത്തേക്ക് കൈപിടിച്ചു കയറ്റിയ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയായ ശ്രീ PN പണിക്കരുടെ ഓർമ്മദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. ഒരു വ്യക്തിയുടെ സമഗ്ര വികസനത്തിന് വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ വരികൾ നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ. വിദ്യാർത്ഥികളായ നമ്മൾ വായന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം. പത്രം വായിക്കുന്നതും ശീലിക്കുക. നമ്മൾ നമ്മുടെ അറിവിനും കഴിവിനും അനുസരിച്ചുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. വായിച്ച് നമ്മുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കുക. ഈ കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് ലൈബ്രറികളിലൊന്നും പോയി പുസ്തകങ്ങൾ വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും മൊബൈൽ ഫോണുകളിലോ മറ്റ് കമ്പ്യൂട്ടർ ഉപകരണങ്ങളിലോ ആണ് വായിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും വായനാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാന്യ സദസ്സിന് വന്ദനം. ഞാൻ ദേവനന്ദ ശ്രീജിത്ത്, ഭവൻസ് വിദ്യാശ്രമം ചേലിമ്പ്രയിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ജൂൺ 19 വായനാ ദിനം. അതുകൊണ്ട് ഇന്ന് ഞാനൊരു കൊച്ചു കവിത ചൊല്ലുവാൻ പോവുകയാണ്. വായന വേണം, അറിവത് വേണം, വായനയില്ലേലെങ്ങനെ നേടും. വാക്കുകൾ പലതും പതിയണമെങ്കിൽ വായനം തുടരണം പതിവായി. വാർത്തകൾ നമ്മൾ കാണുമ്പോഴും വായന നമ്മൾ മറക്കരുത്. വായന തുടരും കാലമതോളം വാക്കിനതില്ലേ ഇടറിയ ശബ്ദം. വായന വറ്റി വരണ്ടു തുടങ്ങിയാൽ വരികൾ കണ്ണിന് കഥയായി മാറും. വരികൾക്കിടയിലെ ജീവിത വാക്കുകൾ വിരിയും നമ്മുടെ ഹൃദയത്തിൽ. വേദനയേറും വരികൾ പലതും നമ്മുടെ ജീവിത കഥയല്ലേ. വായന നമ്മൾ വളർത്തിയ കാലം വരും തലമുറ മറക്കരുതേ. നന്ദി, നമസ്കാരം. Meghalakshmi, studying in 6th B. I tell a small story. The story name is The Foolish Donkey. This art seller used to carry this art bag on his donkey to the market every day. On the way, they had to cross the stream. One day, the donkey suddenly tumbled down the stream and the salt bag also fell into the water. The salt dissolved in the water and hence the bag became very light to carry. The donkey was happy. Then the donkey started to play the same trick every day. The salt seller came to understand the trick and decided to take the lesson the next day. They loaded a cotton bag on the donkey. Again it played the same trick, hoping that the cotton bag would still become lighter. But the dampened cotton became very heavy to carry and the donkey surfaced. It learned a lesson. It did not play the trick anymore after that day. That seller was happy. Moral of the story:
luck won favor always. Book don't just tell us stories, they teach right way of life. Happy reading month all. Read, grow, contribute. My name is Naishan. I am in 6th A. Today I am going to introduce a story. The story's name was The Dolphin and the Lion. In the story, the main characters are Dolphin and Lion, and they were best friends also. Happy reading wonderful. Bye. നല്ല വിഷയമായ അതിൻ്റെ പ്രാധാന്യം ഈ ആധുനിക നൂറ്റാണ്ടിൽ വായനയുടെ പ്രാധാന്യം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ കമ്പ്യൂട്ടറിൻ്റെയും ഫോണിൻ്റെയും യുഗത്തിലാണ് ജീവിക്കുന്നത്. അതിനാൽ വായനയുടെ പ്രാധാന്യം ഓർമ്മിക്കാനാണ് നാം ജൂൺ 2-ാം വാരം വായനാ ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ സ്കൂളുകളിൽ ഈ ലൈബ്രറികൾ അതിൽ നിറയെ പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങൾ അറിവിൻ്റെ കളികളുണ്ട്. നല്ല പുസ്തകം നല്ല സുഹൃത്തിനെ പോലെയാണ്. അവ നാം നേരായ പദ്ധതിയിലൂടെ ഒരു ഇച്ചാച്ചൻ കുഞ്ഞുപെങ്ങൾ ബന്ധം ഒരിക്കലും തകരാത്ത ബന്ധം മാത്രമല്ല, സ്നേഹബന്ധങ്ങളുടെ ആഴം ഇതെല്ലാം നമ്മൾക്ക് പറഞ്ഞു തരുന്ന ശ്രീ മുട്ടത്ത് വർക്കി എഴുതിയ ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്ന ഈ പുസ്തകത്തെ പറ്റിയാണ് ഇന്ന് ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. മലയാള ബാലസാഹിത്യത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന രചനയാണ് ഒരു കുടയും കുഞ്ഞുപെങ്ങളും. ഈ പുസ്തകത്തിൽ ബന്ധങ്ങളെ പറ്റി മാത്രമല്ല, പണ്ടുകാലത്ത് ഒരു കുട വാങ്ങാൻ വെറും 6 രൂപ മതി. ആ 6 രൂപ കിട്ടണമെങ്കിൽ ഒരു മാസമെങ്കിലും ജോലി ചെയ്യണം. ഈ ഇച്ചാച്ചൻ തന്റെ കുഞ്ഞു പെങ്ങൾക്ക് ഒരു കുഞ്ഞു കുട വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ ചുമടെടുക്കലും ഹോട്ടലിലെ എല്ലാ പണികളും ചെയ്യുകയെല്ലാം ചെയ്തു. എന്നിട്ട് കുട വാങ്ങാനുള്ള കാശ് ഒക്കാറായപ്പോഴേക്കും ആരോ വന്ന് അവന്റെ പൈസ എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയി. ഇനി ഇവന് തന്റെ കുഞ്ഞു പെങ്ങളെ കാണാൻ പറ്റുമോ? കുട വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? ഇതെല്ലാം അറിയാൻ നിങ്ങളും ഈ പുസ്തകം വായിച്ചു നോക്കൂ. Don't read success stories, you will get only message. Read failure stories, you will get some ideas to get success. By APJ Abdul Kalam. Reading is a good habit and it develops all values for the creation of a democratic and tolerant society. The government of Kerala has been celebrating June 19th as Reading Day and the week following as Reading Week in memory of late P.N. Panikkar, the father of the library movement of Kerala. Books not only inspire us, they also provide us knowledge, expands and enriches our vocabulary. It helps our body relax. Therefore, I strongly urge each one of you to cultivate the habit of reading books. Thank you.